ഗവർണർ, രാഷ്ട്രപതി എന്നിവരുടെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപ് വന്ദേമാതരം ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഔദ്യോഗിക പരിപാടി. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വന്ദേമാതരം ഒഴിവാക്കിയത്. സാങ്കേതിക പ്രശ്നം മൂലം വന്ദേമാതരം പാടാനാകില്ലെന്ന് പരിപാടിക്ക് തൊട്ടു മുൻപ് സംഘാടകർ ഗവർണറുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു. സൂര്യഗായത്രി വിവരങ്ങളുമായി. സൂര്യഗായത്രി, ഇത് ചട്ടലംഘനമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഉത്തരവ് വന്ന് നമ്മളൊക്കെ വാർത്തയായി നൽകിയതുമാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കഴിഞ്ഞ 28 മുതൽ ചട്ടം പ്രാബല്യത്തിൽ വന്നിരുന്നു. അതായത് ഗവർണർ, രാഷ്ട്രപതി എന്നിവരുടെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വന്ദേമാതരം ആലപിക്കണം എന്നുള്ളതായിരുന്നു ചട്ടം. ഈ ചട്ടം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ് കൊല്ലത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ്. അവിടെ പക്ഷേ പരിപാടി തുടങ്ങിയതിനു ശേഷവും തുടങ്ങുന്നതിന് മുൻപും പരിപാടി അവസാനിച്ചു കഴിഞ്ഞിട്ടും വന്ദേമാതരം പാടിയിട്ടുണ്ടായിരുന്നില്ല. പകരം ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങുകയും സമാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ ഉത്തരവിന് ശേഷമുള്ള ഗവർണറുടെ ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ തന്നെ ഈ ചട്ടലംഘനം ഉണ്ടായി എന്നുള്ളതാണ്. സാങ്കേതിക പ്രശ്നം മൂലം വന്ദേമാതരം പാടാനാകില്ല എന്നുള്ളതാണ് സംഘാടകർ തൊട്ടു മുമ്പ് ഗവർണറുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടി നേരത്തെ ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷെഡ്യൂളിംഗിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സംഘാടകർ ഗവർണറുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 3 മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടി കൂടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച രാജ്ഭവനിൽ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ആ 2 ചടങ്ങുകളിലും വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ലോക്ഭവനകത്തായിരുന്നു. പക്ഷേ അതേസമയം പുറത്ത് നടന്ന ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയായിരുന്നു കൊല്ലത്ത് നിന്നിപ്പോൾ നടന്നത്. അതെ, അവിടെ പക്ഷേ വന്ദേമാതരം പാടാൻ ചില പ്രശ്നങ്ങൾ കൊണ്ട് കഴിയില്ല എന്നുള്ളത് തൊട്ടു മുൻപ് തന്നെ സർവകലാശാല അധികൃതർ ഗവർണറുടെ ഓഫീസ് ലോക്ഭവനെ അറിയിച്ചിരുന്നു എന്നതാണ് സൂര്യഗായത്രി നമുക്ക് വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.